Good morning, students. Moral Science, Standard 5. The next lesson, Unit 7, Learn Good Manners. I think this is the part of value education. You know about value education is a branch of science dealing with the values. The qualities which are learn about and keep in mind and to do in your behavior, especially in your responsibility. That is actually values. A student must learn about his values and keep it his own mind and behave like this. Now, today we are discussing about the value. Some values in this, through this lesson, is good manners. Manner means that type of behavior, how to behave a person. Especially if you are going to meet the principal of the school. That means you should more cautious, because principal is the head of the institution and he has much more power and right. He can easily suspend you from the school, or he can give a bad mark in your certificate. So principal is the head of the school, but you must come to meet your class teacher, no problem, because every day you meet your class teacher or some subject teacher. You don't know how much more cautious, but a type of admiration and some sort of friendliness. But in the case of principal, you don't know how many friendliness or anything else. It's an official one. But it is very rarely meet the principal, because these are handled by their teachers. The teacher report, then only you meet it. So, this story is actually done in America, yes, in 18th century time. Abraham Lincoln was the president of US. I think you know about Abraham Lincoln. He was the first president of the US, United States of America, and was stopped slavery. Was a finding in the history, a legend. This is Abraham Lincoln. He is a true Christian, and he was much more working in freedom fighting movements, also stopping slavery system, black and white. Also a good president. And his own time, the civil war is going on. Civil war means arguing with God. നമുക്കിപ്പോൾ കർഷകർ ഇവിടെ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊരു സിവിൽ വാറല്ല, ഒരു പ്രൊട്ടസ്റ്റ്. നമുക്ക് ഒരു ആയുധങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ സിവിൽ വാർ. സിവിൽ വാറിന്റെ അകത്ത് കിടക്കുന്നു, പുറത്തു കിടക്കുന്ന യുദ്ധത്തിലാണ് വാർ. അപ്പോൾ വാർ നടക്കുന്ന സമയത്ത്, സിവിൽ വാർ നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് ലിങ്കന്റെ അടുത്ത് ഒരു കേണൽ, സൈനികരുടെ കേണൽ ഒരു റിക്വസ്റ്റ് ഫണ്ട് ചെയ്തിട്ടുണ്ട്. കേണൽ ഒരിക്കലും പ്രസിഡന്റിനെ കാണേണ്ട കാര്യമില്ല. കേണൽ എന്ന് പറയുമ്പോൾ സൈന്യത്തിലെ ആർമിയുടെ തലവന് പറയുന്ന പേര് ജനറലാണ്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ് ലെഫ്റ്റനന്റ് ജനറൽ, അതിന്റെ താഴെ മേജർ ജനറൽ, അതിന്റെ താഴെ ബ്രിഗേഡിയർ, ബ്രിഗേഡിയറിന്റെ താഴെയാണ് കേണൽ. പോലീസിലാണ് കേണൽ പറഞ്ഞിട്ട് DIG. കേണലാണോ അറിയാൻ നോക്കട്ടെ. ഇവിടെ തോളത്ത് നോക്കുക, ഒരു സ്റ്റാറും 2 സ്റ്റാറും ഒരു അശോകചക്രവുമാണ് DIGയുടെ റാങ്ക്. SP ആണെങ്കിൽ 1 സ്റ്റാറും ഒരു അശോകചക്രവുമാണ്. 2 സ്റ്റാറും അശോകചക്രവും കണ്ടാൽ അത് DIG ആണ്. അതിന് മുകളിൽ IG ആകുമ്പോൾ ഒരു വാളും പരിചയമാണ്. വാളും പരിചയമാണ്. അത് സൈന്യത്തിലെ ബ്രിഗേഡിയറാണ് വാളും പരിചയം. അതിന് മുകളിലോട്ട് സ്റ്റാർ വാളും പരിചയം. അവസാനം ജനറലാണെന്ന് പറയുന്നത്
വാണിജ്യമല്ല, അശോകചക്രം. അശോകചക്രം വാളം പിടിച്ചു. ഇതിൽ ജനറൽ, ഇവിടുത്തെ DGP, കേരള പോലീസിന്റെ DGP നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ DGP ശ്രദ്ധിച്ചാൽ വാളം പിടിച്ചുകൊണ്ട് അശോകചക്രം. ഈ സ്റ്റാറൊക്കെ നോക്കിയാൽ നമുക്ക് ഇപ്പൊ ക്യാപ്റ്റൻ ആണെങ്കിൽ 3 സ്റ്റാർ, മേജർ ആണെന്ന് അറിയാനായിട്ട് ഒരു അശോകചക്രം കണ്ടോ. ഇവിടുത്തെ DYCക്കാണ് അശോകചക്രം, 3 സ്റ്റാർ SIക്കാണ്, 2 സ്റ്റാർ SIക്ക്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു DIG. ഇപ്പൊ ഈ കേരളത്തിലൊരു DIG പോയി മുഖ്യമന്ത്രിയെ കാണേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗവർണറെ കാണേണ്ട ആവശ്യമില്ല. അത് അതിനൊട്ട് മുകളിലുള്ള IGയോട് പറഞ്ഞാൽ DGPയോട് പറഞ്ഞു. ഇവിടെ ഈ യുദ്ധം ആയുധത്തിൽ നടന്ന സമയത്ത് ഒരു കേണല് തന്റെ രാജ്യത്തെ പ്രസിഡന്റിനെ കാണാൻ പറ്റുന്നു. അത് ലിങ്കണ് പ്രസിഡന്റിന് അനിഷ്ടമാണ്. ഇത് കേണൽ വന്നത്. അപ്പൊ കേണലോട് പറയുന്നത് എനിക്ക് 100 കൂട്ടം ജോലികളുണ്ട്, അതിനിടയിൽ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുകൊണ്ട് എടുത്ത് പറയാം. നിങ്ങളിവിടെ വരേണ്ട കാര്യമില്ല, നിങ്ങൾ വാർ ഡിപ്പാർട്ട്മെന്റിൽ പോകും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അവിടെ പറയും, അവർ പരിഹരിക്കും, അല്ലാതെ എൻ്റെ മുമ്പിൽ വരേണ്ട കാര്യമില്ല എന്ന് ലിങ്കൺ പറയുന്നുണ്ട്. ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ നീതിദ്വസ്തവരുടെ പെരുമാറുക? ഇവിടുത്തെ ഒരു DG പോയി മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പോകേണ്ട കാര്യമില്ല. DGക്ക് ഐതിഹ്യമൊക്കെ കണ്ടാകുന്നു. അതിൽ നിന്ന് അപ്പുറം കഴിഞ്ഞാൽ DGP ഉണ്ട്. അപ്പോ പക്ഷെ അത്ര വലിയൊരു ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ട് മുഖ്യമന്ത്രി മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ നമുക്ക് സങ്കടമായിരിക്കും. അതുപോലൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് രസം നോക്കാം. When the good manner is what you want can steal from you. You can keep it with you wherever you go. നല്ല ശീലങ്ങൾ നമ്മൾ സമ്പാദ്യം ആരും മോഷ്ടിച്ചുകൊണ്ട് പോകത്തില്ല, മോഷ്ടിക്കത്തില്ല. നിങ്ങളിൽ ഒരു ഗുണവും ആരും മോഷ്ടിക്കത്തില്ല. നിങ്ങൾക്കിപ്പോ സ്നേഹമുണ്ട്, ദയയുണ്ട്, പരോപകാരമുണ്ട്, ക്ഷമയുണ്ട്, പിന്നെ സഹാനുഭൂതിയുണ്ട്, സന്തോഷമുണ്ട്. ആരും എടുത്തില്ല. നേരത്തെ നിങ്ങളുടെ കയ്യിലുള്ള പണമോ വസ്തുക്കളോ വസ്ത്രമോ ഭക്ഷണമോ സാധനങ്ങളോ മോഷ്ടിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് സ്വഭാവം നല്ലതാകുന്നത്. ബിഹേവ് പ്രോപ്പർലി. ഓരോ കുട്ടിയും ഞങ്ങൾ അതിനാണ് ഈ സ്കൂളിൽ ഈ സബ്ജക്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മോറൽ സെൻസ് ഇത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ളതല്ല, ഗവൺമെന്റിന് അത് വരുന്നതല്ല. ഇത് പഠിക്കുന്നത് നിർബന്ധമില്ല. പക്ഷെ ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ഈ പള്ളി സ്കൂളിൽ വഴി പഠിക്കുന്ന ഓരോ കുട്ടിയും ഈ ശീലങ്ങൾ പഠിച്ച് രാജ്യത്ത് നല്ല പൗരന്മാരാണ്. പക്ഷെ നിങ്ങളൊക്കെ പഠിച്ചിട്ട് നേഴ്സിങ്ങോ അല്ലെങ്കിൽ ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാനും ഒക്കെ ചെയ്ത് നിങ്ങൾ പുറത്തൊക്കെ പോകും, മറ്റു രാജ്യങ്ങളൊക്കെ പോയി ജീവിക്കും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണാൻ നല്ല ശീലങ്ങളും കാര്യങ്ങളും. പ്രത്യേകിച്ച് ബെട്ടിലൊക്കെ പഠിച്ച സർക്കാരികൾ കള്ളത്തരം പറയത്തില്ല, കള്ളം ചെയ്തിട്ട്. ഞാനൊക്കെ ബെട്ടിൽ പഠിച്ചത് 2 വർഷം. ബെട്ടിൽ ചെന്നറിയാം ആരും കള്ളത്തരം പറയും. ഏത് സ്ഥലം എവിടെ വെച്ചിട്ട് പോകും, ആരും എടുക്കത്തില്ല, എല്ലാവരും സത്യസന്ധ. അപ്പോ നല്ല ശീലങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും നല്ല ശീലങ്ങൾ പഠിച്ചു വരണം. അതുകൊണ്ടാണ് മാത്മേന്റെ പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ ഗവേഷണ വിഭാഗമാണ് മാത്മേന്ന് പറയുന്നത്. ഇന്ത്യക്കാർക്കാണ് വലിയ ലോകത്തിലുള്ള അവരുടെ പുസ്തകമാണ്. അത് പഠിപ്പിക്കുന്നത് അത് ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി ഒക്കെ പഠിച്ച അച്ഛൻ തന്നെയാണ്. അതിനെല്ലാം പഠിച്ചിട്ട് വന്നതാണ്. ഇതൊക്കെ ഈസി ആയിട്ട് സാധിക്കും. ഒപ്പം നല്ല ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് നല്ല സിമ്പിളായ ഇംഗ്ലീഷ്, നല്ല ഇംഗ്ലീഷ് പഠിക്കണം. എനിക്ക് വേണമെങ്കിൽ മുഴുവൻ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് മുഴുവൻ മനസ്സിലാക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ മലയാളം പറയുന്നത്. സത്യം മലയാളം പറയുകയില്ല, ഇതിലൂടെ ഇംഗ്ലീഷ് തന്നെ എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കില്ല. അവിടെ ഈ മലയാളം എഴുതേണ്ട കാര്യമില്ല. ഇത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. പക്ഷെ ഞാൻ ഇപ്പൊ നല്ല ശീലം എന്ന സമ്പാദ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എനിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തതയുടെ സമ്പാദ്യം ഗുഡ് മാനേഴ്സ് നല്ല ശീലം. No one can steal മോഷ്ടിക്കാൻ. No one can ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല. സിവിൽ വാർ രാജ്യത്തിനകത്ത് നടക്കുന്ന യുദ്ധത്തിനാണ്, രാജ്യത്തിന് പുറത്ത് നടക്കുന്ന യുദ്ധത്തിനാണ് വാർ എന്ന് പറയുന്നത്. രാജ്യത്തിനകത്ത് നടക്കുന്ന വാറാണ് അത് ഇന്റർനാഷണൽ വാർ അല്ലെങ്കിൽ വേൾഡ് വാർ ഉണ്ട്, ലോകമഹായുദ്ധം. മനസ്സിലായോ? അതുപോലെ ഫ്രഞ്ച് വാർ, ചൈനീസ് ഉണ്ട്, US വാർ. അപ്പൊ ഇതെല്ലാം ആഭ്യന്തര യുദ്ധമാണ്, സിവിൽ വാർ. അപ്പോൾ സിവിൽ വാർ നടക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമുക്ക് നോക്കാം, ടെക്സ്റ്റിലേക്ക് നോക്കാം.
During the Civil War, Colonel, Colonel English എഴുതും, Colonel. വായിക്കുന്നത് Colonel. Colonel English എഴുതുന്നത്. Colonel Charles Scott, one of the commanders guarding the Capitol. Lost his capital means America, Parliament മന്ദിരമാണ് capital. Capital means the Parliament. Capital. US American Parliament മന്ദിരത്തിന്റെ പേരാണ് capital. Parliament. American Parliament പേരാണ് capital. നമ്മുടെ ആണെങ്കിൽ എന്നാ പറയും, രാഷ്ട്രപതി ഭവന്റെ അടുത്താണ് നമ്മുടെ പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ അല്ലേ? ഓക്കെ, രാജ്യസഭ, ലോക്സഭ. നമുക്ക് ലോക്സഭ നമുക്ക് ക്യാപിറ്റലോട് കൂടി. ഈ പാർലമെന്റിന്റെ ഗാർഡ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന കേണലാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഭാര്യ എന്ത് ചെയ്തു? സ്റ്റീംഷിപ്പ് കൊളീഷൻ, 2 കപ്പലുകൾ, ആവികൊണ്ട് പോകുന്ന 2 കപ്പലുകൾ കൂട്ടിയിട്ടിട്ട് ആ അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചു. അദ്ദേഹത്തിന് വൈഫിന്റെ സംസ്കാരം ഇപ്പോൾ പട്ടാള ജോലികൾക്ക് ഓടിച്ചാടി വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ സ്കൂളിൽ ജോലി പോലെയോ ഒന്നുമല്ല, പട്ടാളത്തിൽ പോയി മേധാവിയെ കണ്ട് ദൈവമൊക്കെ സാങ്ഷൻ ചെയ്ത് എല്ലാ അനുവാദം മേടിച്ചിട്ട് മാത്രമേ പോകാനുള്ളൂ. അപ്പം കേണലായാലും തൊട്ടുമുള്ള ബ്രിഗേഡിയറുടെ ഓഫീസിൽ പോയി ഈ വീട്ടിൽ കൊടുക്കണം. ബ്രിഗേഡിയർ അനുവദിക്കാൻ പറ്റുമെന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് മേജർ ജനറൽ ലെഫ്റ്റനന്റ് പോകണം. അല്ലെങ്കിൽ ബ്രിഗേഡിയർ അനുവദിക്കണമെങ്കിൽ ജനറൽ ഓഫീസർ. ഇദ്ദേഹത്തിന് തൊട്ടുമുള്ള ഓഫീസറാണ് ബ്രിഗേഡ്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനികരുണ്ട്. പാങ്ങോട് സൈനികത്തിലെ ഏറ്റവും ടോപ്പ് ഓഫീസറിന്റെ പേരാണ് ബ്രിഗേഡിയർ. ഞാൻ നാഗ്പൂരിലെ കാംഡി സൈനികത്തിലെ ബ്രിഗേഡിയറെ അടുത്തിടപെട്ടിട്ടുണ്ട്. അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ അനിയൻ അവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രിഗേഡിയറുടെ മുമ്പിലുള്ള താഴെ ഓഫീസറാണ് കേണൽ. അദ്ദേഹം പോയി അവധിക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ഈ റിക്വസ്റ്റ് ഡിനൈഡ്. അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ചു. അവധി കൊടുത്തില്ല. സ്വന്തം ഭാര്യയുടെ ശവടത്തിന് സംബന്ധിക്കാൻ അവധി കൊടുത്തില്ല. കൂടുതൽ പോകാൻ പറ്റില്ല. സ്കോട്ട് റോഡ് പ്രസിഡന്റ് ലിങ്കൻ ആസ്കിംഗ് ദി ലീവ്. ഉടനെ അദ്ദേഹം പ്രസിഡന്റ്, അന്നത്തെ US പ്രസിഡന്റ് ലിങ്കനെ കത്തെഴുതി, എനിക്ക് ഇതുപോലെ ഭാര്യയെ അടക്കാൻ പോകണം, എന്റെ സുപ്പീരിയർ ഓഫീസർ അവധി അനുവദിക്കുന്നില്ല, ദയവില്ല, അങ്ങനെ എനിക്ക് അനുകൂലം തരണം. The president listened to Scott's story and responded, am I to have no rest? Is there no hour to sport to him, or where I may escape this constant request? നിങ്ങൾ എനിക്ക് വേറൊരു പണിയില്ലെന്നാണ്. നിങ്ങളെ പോലുള്ള രാവിലെ തന്നെയാണ് എനിക്ക് നേരം. നിങ്ങളിങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റുമോ? Why do you follow me here with such business as this? നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ തന്നെ ശല്യപ്പെടുത്തുന്നത്? You would remember that I have other duties to attend to. നിങ്ങൾക്ക് എനിക്ക് എന്തുമാത്രം ഉത്തരവാദിത്തമാണ് പ്രസിഡന്റിന്. നിങ്ങളെ പോലുള്ള ആളുടെ പരാതി കേട്ടാലും നിർബന്ധിക്കുകയല്ല എന്റെ ചോദ്യം. Enough for 1 month. I have all the burdens I can carry. ഇപ്പൊ തന്നെ താങ്ങാൻ വരുന്നതിനേക്കാൾ ഉത്തരവാദിത്വം എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൂടെ താങ്കൾ ഇനി അവിടേക്ക് അപേക്ഷ നൽകിയത് കൂടെ ഞാൻ ഇടപെടണം. Go to the war department. നിങ്ങൾ യുദ്ധ വിഭാഗം ചെയ്യുക. യുദ്ധമായതുകൊണ്ട് അവിടെ യുദ്ധ വിഭാഗമാണ്. നിങ്ങളുടെ സുപീരിയർ യുദ്ധ വിഭാഗത്തിൽ പോയി കൊടുക്കുക. അവർക്ക് അനുമതി തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ സ്വയം സഹിച്ചു. I can carry go to the war department. If they cannot help you, then bear your burden. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് സ്വയം സഹിക്കുക. അതിനെ പറ്റി പറയുന്നത് കാരണം until this war is over, യുദ്ധം കഴിയുന്നവരെ, until വരെ war is over, യുദ്ധം കഴിയുന്നവരെ കണ്ടോ, until war is over, യുദ്ധം കഴിയുന്നവരെ നിങ്ങൾ ക്ഷമിക്കുക. പറഞ്ഞേക്കും യുദ്ധം കഴിയുന്നത്. യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം വരും. അതിൽ നിന്നിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയില്ല, നിങ്ങൾ സ്വയം ശ്രമിക്കും. കോർണൽ സ്കോട്ട് ലെഫ്റ്റ് വിത്ത് എ ഹെവി ഹാർട്ട്. വലിയ കഥനഭാരത്തോടുകൂടെ നിന്നുന്ന ഹൃദയമായി സ്കോട്ട് പോയി.
കാരണം പ്രസിഡന്റ് അങ്ങനെ ഉത്തരവിട്ടു. എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഭാര്യ മരിച്ചു എന്നറിഞ്ഞു ആ അടക്കത്തിന് ചെല്ലണം, പോകാൻ പറ്റത്തില്ല. അദ്ദേഹം തന്റെ പട്ടാളക്കാരിലേക്ക് മടങ്ങിപ്പോയി. പ്രഭാതത്തിൽ വാതിൽ മുട്ടുകേട്ട് അദ്ദേഹം തുറന്നു. പ്രസിഡന്റ് ലിങ്കൺ നിൽക്കുന്നത്. ലിങ്കൺ took Scott's hand. കൈ വെച്ചിട്ട് ഒരിക്കലും and broke out. My dear Lincoln, I was a brute last night. I found I insist you off. I was weak to the last section, but I had no right to treat a man with rudeness who has offered his life to his country. Much more a man in great affliction. I have had a regretful night. I am not came to beg your forgiveness. ലിങ്കൺ വന്ന് കൈവിട്ടുകൊണ്ടതിനാണ് അലിയോ പ്രിയപ്പെട്ട കേരളയിൽ കഴിഞ്ഞ രാത്രി താങ്കളോട് ഞാൻ പൂർണ്ണമായി പെരുമാറും. അതുപോലെ വളരെ കഠിനമായിട്ടാണ് ഞാൻ ഇടപെട്ടത്. രാജ്യത്തിന് വേണ്ടി വലിയ സേവനം ചെയ്ത് തരപ്പെട്ടുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്കത് ഒത്തിരി പശ്ചാത്താപമുണ്ട്. ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. എന്നോട് ക്ഷമിച്ചാൽ വേണേൽ അർത്ഥം കിട്ടും. ഇപ്പൊ നമ്മളുടെ ഒരു ഡിഗ്രിയുടെ മുഖ്യമന്ത്രി പോകുന്നില്ല, ഗവർണറോട് പറയുക താങ്കളോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞില്ല. അല്ലെങ്കിൽ സ്കൂളിനെ പ്രിൻസിപ്പൽ ഒരു കുട്ടിയോട് പറയാം, അന്തം വിട്ടുപോകും അല്ലേ? വലിയ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ താഴെയുള്ളവരോട് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രസിഡന്റ് നേരിട്ട് വന്ന് പറയുന്നൊന്നും ആര്യാ ചെയ്യാം. നമ്മുടെ വേണേൽ അന്തം വിട്ടുന്നു. അപ്പോഴത്തേക്ക് ലിങ്കൺ പറഞ്ഞു, ലിങ്കൺ went on to say that he had arranged for Scott to go to his wife. താങ്കളുടെ ഭാര്യയുടെ സംസ്കാരത്തിന് പോകാനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, താങ്കൾ അതിനുവേണ്ടി യാത്ര ആയിക്കോളാം. ഉടനെ സൈന്യത്തിന്റെ കമാൻഡറാണ് തന്റെ വാഹനം, അതായത് ആർമിയുടെ ചീഫ് ജനറൽ തന്നെ ജനറലിന്റെ സ്വന്തം വാഹനത്തിൽ സ്കോട്ടോട് വന്നു. കേരള കയറി ഞാൻ വാഫിലാണ്. വാഫ് എന്ന് പറഞ്ഞാൽ കപ്പലിൽ നങ്കൂരിപ്പെടുന്ന സ്ഥലം, കപ്പലെ കയറി പോകണം. അതായത് സൈന്യാധിപൻ തന്നെ നേരിട്ട് കേരളയുടെ കപ്പലിലേക്ക് വിട്ടു. 3 പ്രസിഡന്റ് 3 പ്രസിഡന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പറുകൾ 2, 3, 1, 2, 3. 1 ഇവിടെ എഴുതിയിട്ടുണ്ട്, 2 ഇവിടെ എഴുതിയിട്ടുണ്ട്, 3 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലെഴുതിക്കണം, വേറെ സംഗീതത്തില്ല. അത് നോട്ട്ബുക്കിൽ ആൻസർ എഴുതിക്കണം. ഓക്കെ, താങ്ക്സ്.